രാത്രി കുറച്ച് പരിപാടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം, അതിൻ്റെ തിരക്കാണ്. അതുകൊണ്ട് ആ കാണുന്ന ചക്രം കണ്ടില്ലേ, അതിലാണ് കയറണ്ടേ. അതുകൊണ്ട് പാലത്തിലൊക്കെ ലൈറ്റൊക്കെ കത്തുന്നു. അങ്ങനെ അകത്തോട്ട് കയറിയപ്പം ആദ്യമേ തന്നെ ബൈക്കിൻ്റെ എന്തോ പരിപാടിയാണ്. അത് കഴിഞ്ഞപ്പം മീൻ, പിന്നെ നിപ്പാപ്പന്നി, അത് കഴിഞ്ഞ് പിന്നെയും ബൈക്ക്, പിന്നെ നമ്മൾ ചെറിയ പിള്ളേരുടെ ടോയ്സ് കടയൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഒത്തിരി കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. സ്പൈഡർമാനൊക്കെ തൂങ്ങിയൊക്കെ കിടപ്പുണ്ട്. ഇപ്പം ബാറ്റ്, ബോള്, ചെണ്ട, താണ്ട കുറേ സ്പൈഡർമാൻ, പിന്നെ കൊച്ചു പിള്ളേരുടെ തലയിൽ വെക്കുന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെയും അത് തന്നെ കമ്മൽ, മാല, പിന്നെയും ചെണ്ട, പിന്നെയും സ്പൈഡർമാൻ, താണ്ട സ്പ്രേ കയ്യിൽ തേച്ച് തരും. ഇത് അത്തറാണേ. അങ്ങനെ ഇത് ഫ്രീ ആയിട്ട് തേച്ച് തരും. അത് കഴിഞ്ഞ് പിന്നെയും കമ്മൽ, കുറേ കൂളിംഗ് ഗ്ലാസ്, മുണ്ടുകൾ. അങ്ങനെ ഞങ്ങൾ തിരക്കാട്ടോ, മുമ്പോട്ട് നടക്കുക. അടുത്ത കട എത്തി. ഇതെന്തുവാണോ എന്തോ റോക്കറ്റ് തലകരിഞ്ഞൊക്കെ കിടപ്പുണ്ട്. ഇതും ടോയ്സ് കടയാട്ടോ. അല്ലല്ല, പെൻസിലും പേനയൊക്കെ. ടോയ്സ് ഉണ്ടായിരുന്നു, ഇത് വേറെ അടുത്ത കടയായി. ചെറിയ ചെറിയ ഉപകരണങ്ങൾ, പിന്നെ കത്തി, കടാര, അങ്ങനെയൊക്കെയുള്ള വെട്ടുകത്തി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അവിടുന്ന് പിന്നെയും ഞങ്ങൾ വളവ് കയറിയപ്പോൾ ഇതൊക്കെ കണ്ട്, സ്പ്രേയുടെയൊക്കെ പ്ലാസ്റ്റിക് സംഭവങ്ങൾ. പിന്നെ ഗ്ലാസിൻ്റെ ഏരിയയായി. നല്ല ഗ്ലാസ്സുകൾ, ഭരണികൾ. ഇതാ ഭരണി, കപ്പുണ്ട്, ദാണ്ട കപ്പിരിക്കുന്നു. പിന്നെ അച്ചാറിൻ്റെ അച്ചാർ വിൽക്കുന്ന സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് കിട്ടുന്നില്ല. ഇത് കമ്മലായിരുന്നു, കമ്മൽ, കൂട്ടേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ കുറേ ഫോട്ടോകളൊക്കെ ഉണ്ട്. ആ ഫോട്ടോയൊക്കെ മേടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഫ്രെയിം ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ കണ്ടാക്കി കൊടുക്കുന്നത്, അത് നോക്കിയില്ല. പിന്നെ മുമ്പോട്ട് പോയപ്പോൾ ബാഗും ചെരുപ്പിൻ്റെയൊക്കെ കട വന്നു. ചെരുപ്പൊക്കെ നോക്കി, ദാണ്ട ചെരുപ്പൊക്കെ കിടക്കുന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അടുത്ത മുട്ടായി കടയിലായേ, മുട്ടായൊക്കെ ഞങ്ങൾ മേടിച്ചില്ല. അങ്ങനെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അൽവ, പിന്നെ മുറുക്ക്, ഇതൊക്കെ എന്തുവാണോ എന്തോ, ഇഞ്ചി മുട്ടായി, പിന്നെ കരിമശി, ഇതാണ് കരിമശി. പിന്നെ സ്പൈസസിൻ്റെ ഏരിയയായി, പട്ട, ഗ്രാമ്പു, അതൊക്കെ. അത് കഴിഞ്ഞപ്പം തന്നെ മൊബൈൽ കവർ. അത് കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ കമ്മൽ, വള, മാല, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. പിന്നെയും ടോയ്സൊക്കെ വന്ന്, പിന്നെ കറക്കുന്ന കട്ടയുടെ സാധനവും അതൊക്കെ. പിന്നെ ഇതെന്തോ അത്തറ്. അത് കഴിഞ്ഞ് പിന്നെ ഏതാണ്ട് കുപ്പിയിലെ സാധനങ്ങൾ. ഇത് കഴിഞ്ഞ് മാല, നിരത്തി മാല ഇട്ടൊക്കെ. എല്ലാം 50 രൂപ എങ്ങാണ്ട് ഒരെണ്ണത്തിന്. 50 രൂപ, അതുകൊണ്ട് എഴുതി വെച്ചേക്കുന്നു. അങ്ങനെ നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ട് ചീപ്പൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ചീപ്പും മാലയൊക്കെ കണ്ടിട്ട് പിന്നെയും മുമ്പോട്ട് പോയി. ഇവിടെ ഇച്ചിരി തിരക്ക് കുറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇതെന്തുവാണോ സാധനം, ഇതും ചീപ്പുകളാണ്. കമ്മലും ടോയ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെയും തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 20 രൂപ, ഏതെടുത്താലും 20 രൂപ. അപ്പം അതിൻ്റെ അകത്ത് കുറേ പ്ലാസ്റ്റിക് ഉപകരണങ്ങളൊക്കെ കിടപ്പുണ്ട്. എല്ലാം 20ൻ്റെ അല്ലയോ, ഒരെണ്ണത്തിന് 20 രൂപ. ഞാൻ 3 എണ്ണം എടുത്തു. അപ്പോൾ 3-ന് 20, 40, 50, 60 രൂപ കൊടുക്കാൻ പറഞ്ഞു. ഇത്ര ഒരെണ്ണത്തിനായിരുന്നു. ചവിട്ടി തറയിലൊക്കെ ഇടുന്നതും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അതൊക്കെ നോക്കി. ഈ പച്ച മേടിച്ചാൽ കൊള്ളായിരുന്നെന്നുണ്ടായിരുന്നു. അതിൻ്റെ വിലയൊന്നും ചോദിച്ചില്ല. പിന്നെ അങ്ങ് പോയങ്ങ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. വീഡിയോയിൽ എന്താവുന്നുണ്ടങ്ങ് മുമ്പോട്ട് പോവാണ്ട് മിച്ചറെടുത്ത് ആർക്കോ പൊതിഞ്ഞു കൊടുക്കുന്നു. പൈസ ഉണ്ടായിരുന്നേ മേടിക്കായിരുന്നു. അങ്ങനെ താണ്ട് എന്തൊക്കെയോ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ടേ. ഇതെന്തൊരു കടയാണോ എന്തോ. പിള്ളേരുടെ ടോയ്സ്, കാറൊക്കെ നിരന്ന് കിടക്കുന്നു കണ്ടോ. പിന്നെന്തുവാ, ഹെലികോപ്റ്റർ ചരിഞ്ഞ് കിടക്കുന്നു, ലോട്ടറി, ഇന്നത്തെ കേരളയൊക്കെ കിടക്കുന്നു. അതൊന്നും എടുത്തില്ല ഞങ്ങൾ. ഇത് മെഹന്തി കാണുമ്പോൾ അല്ലേ വേണ്ട, കാര്യം പറയണ്ട. അങ്ങനെ മുമ്പോട്ട് ഞങ്ങൾ പോവുകയാണെങ്കിൽ മെഹന്തിയുടെ അത്ര നിന്നില്ല. ആ വീഡിയോ കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവിടെ മുടിഞ്ഞതുള്ള, അവിടെ ക്യൂ നിൽക്കേണ്ടി വരും. അവിടെ എനിക്ക് ക്യൂ ഒന്നും നിൽക്കാൻ വയ്യ. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഇതെന്തോ മുട്ടായും കാര്യങ്ങളുമൊക്കെ കേട്ടോ. ഞാൻ അവിടെ നിന്ന് അടുത്ത ഒരുത്തൻ പാമ്പിനെ എടുത്തോണ്ടൊക്കെ ഇരിക്കുന്ന ഒരുത്തിന്ന് അതിനെ തൊട്ട്. അങ്ങനെ പാമ്പിനെ കണ്ട് ഞെട്ടി ഇങ്ങനെ ഞാൻ നിൽക്കുക. വേറൊരുത്ത അതിൻ്റെ അകത്ത് പൈസ കൊടുക്കണം. പൈസ കൊടുത്ത് അതിൻ്റെ അകത്ത് കയറി. അവന് ഇല്ല താലിമാല കെട്ടിക്കൊടുക്കുന്ന പോലെ ആ പാമ്പിനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അവൻ അതിനെ എടുത്ത് ഉമ്മ വെക്കുകയും കടിക്കുകയൊക്കെ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ അപ്പുറത്തൊരു കിളി ഇരിപ്പുണ്ടായിരുന്നു. കിളി ഇങ്ങോട്ട് പോസ് ചെയ്യുന്നില്ല ഫോട്ടോയ്ക്ക്. ഞാൻ കുറേ വിളിച്ചൊക്കെ നോക്കുന്ന പോലും ഇല്ലത്. വേറെ എന്തോ അവിടെ ഒരു ഇത്
ഇതിൻ്റെ പേരെന്തുവാന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോയപ്പോൾ ഒരു മാല പണിയുന്ന സ്ഥലം. ഇത് അതിൻ്റെ ആ കടയുടെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പം തീരാറായി, അതുകൊണ്ട് ഇനിയിപ്പോൾ സ്പീഡ് കൂട്ടും. ഇവിടുന്ന് ഓടിത്തള്ളുക, ഇതൊന്നും എടുക്കുന്നില്ല. ഇതെല്ലാം പുകയൊക്കെ വെക്കുന്നതാണെന്ന് തോന്നുന്നു, കുന്തിരിക്കം. ഇത് ഏതാണ്ടൊക്കെ സാധനം. ഒന്നും നോക്കുന്നില്ല, സ്പീഡിന് പോവുക. വെളിയിറങ്ങി ഞങ്ങൾ. ഇത് ലാസ്റ്റ് പോയിൻ്റാണ്. ഇനി വെളിയിലോട്ട് ഇറങ്ങുക. അടുത്ത ഒരു കടയെത്തി. കടയിലൊരു ബയ്യ എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. സോറി, അത് ബയ്യല്ലായിരുന്നു, മലയാളിയായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ എന്തൊക്കെയോ ഇളക്കിയും വാരിയൊക്കെ സോസൊക്കെ ഒഴിച്ച് ഒരു സ്പൂൺ വേറൊരാൾക്ക് കൊടുത്ത് വേറെ സ്പൂണിട്ട് ഇത് ഞങ്ങൾക്കുള്ള എടുത്ത കേട്ടോ. ഞങ്ങളിത് മേടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതിന്. പിന്നെ നമ്മുടെ കടല ഞങ്ങൾ എരിയുള്ളതാണ് മേടിച്ചത്. ഇത് വേറൊരാൾക്ക് പൊതിഞ്ഞ് എൻ്റെ വീഡിയോ. അങ്ങനെ പൊതിഞ്ഞ് ഈ വന്നത് ഞങ്ങളിത് ഇനി എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഇതാണ് ഞങ്ങൾ മേടിച്ചത്. അത് ഞാൻ തിന്നുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ലവ് ഇറങ്ങി പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൊച്ചു പിള്ളേർക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇത് ആനക്കുട്ടിയിലും കൊച്ചു പിള്ളേർ കൂടുതലും ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചു പിള്ളേരായിരുന്നു. അതുകൊണ്ട് പറഞ്ഞാൽ പൊങ്ങിപ്പോന്നു. അതിന് നല്ല റേറ്റ്, അതിൽ കയറണമെന്നുണ്ടായിരുന്നു. റേറ്റ് കേട്ടപ്പോൾ ആ താല്പര്യം ഒന്ന് പോയി. അങ്ങനെ ഇത് പൊടി പിള്ളേരുടെ അതിൻ്റെ അകത്ത് കയറിയാൽ കൊള്ളായിരുന്നു. പക്ഷെ കയറാൻ ഒക്കത്തില്ല, അത് ഒടിഞ്ഞു വീഴും. അങ്ങനെ ഞങ്ങൾ അടുത്ത പിള്ളേർ നിരങ്ങി കളിക്കുന്ന കാണാൻ പോവുക. അത് ഈ സൈഡില്ല. ഇത് തന്നെ പിള്ളേർ കണ്ടോ. കൊച്ചു പിള്ളേർക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതിൻ്റെ അത് പിള്ളേർ കയറി മേളിൽ നിന്ന് താഴോട്ട് നിരങ്ങി വീഴുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഇപ്പുറത്ത് ആ ലവിൻ്റെ അകത്ത് ആളേ ഇല്ല. ഈ വണ്ടിയും കൊച്ചു പിള്ളേരുടെ. ഞാൻ കയറട്ടെ എന്ന് വെച്ചപ്പോൾ ഒരു സൈഡ് പൊളിഞ്ഞു പോകും പോലും. അങ്ങനെ ഞങ്ങൾ കയറിയില്ല. അടുത്ത അപ്പുറത്ത് കണ്ട തുമ്പി ഏതാണ്ട് കറങ്ങുന്നുണ്ടോ. അത് വാവപ്പിള്ളേരെ ഇരുത്തി കറക്കാനല്ല. അങ്ങനെ അതും കണ്ടിങ്ങനെ നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശ്രദ്ധയും പോകുന്നുണ്ട്. ഒരുത്തൻ ചാടിക്കളിക്കുന്നു. ഒരുത്തനല്ല, കുറേ പിള്ളേരുണ്ട്. വീണ്. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഇതെന്തോ തവള ട്രെയിൻ വരുന്നു. തവള ട്രെയിൻ കറങ്ങി ഒരു പോക്ക് പോവുക. അപ്പുറത്ത് റോഡ് കാണാം കേട്ടോ. അങ്ങനെ ഇതിൽ ഞങ്ങൾക്ക് കയറണമെന്നുണ്ടായിരുന്നു. ഇതിൽ കയറാനെ കൊണ്ടാണ് ഇനി അടുത്ത പ്ലാൻ. ഒന്നും കൂടെ തവള ട്രെയിൻ കാണാവേ. എന്നാൽ തവള ട്രെയിൻ അങ്ങ് മുമ്പോട്ട് പോയി. ഇനി നമുക്ക് മെറ്റേൻ്റെ അടുത്തോട്ട് പോയിട്ട് വരാം. ആ കറങ്ങുന്നത് ഈ വലിയവർക്കും കയറാം. റേറ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. 150 രൂപ. ഞങ്ങളതുകൊണ്ട് മടിച്ച് വെറുതെ എന്തിനാ ഇല്ലാത്ത പൈസകളാണ്. അങ്ങനെ അടുത്ത 50 രൂപ കൊടുത്ത് ബോൾ എറിയണം. അത് കണ്ടോ, ഗ്ലാസ് 3 ബോൾ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണേലും കിട്ടും. ഒരുത്തന് എന്തോ അടിച്ച്. അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിലും പോയി. അതിലും 50 രൂപ. അവിടുന്ന് 50 രൂപ കൊടുത്ത ഒരു എയറൊക്കെ എറിഞ്ഞ് 3 എയർ എറിഞ്ഞ് 3ഉം കൊണ്ടില്ല. അങ്ങനെ മുമ്പോട്ട് പോകും. അടുത്ത കാറ് കൊച്ചു പിള്ളേരുടെ കാർ. ഇത് ചുമ്മാ കിടന്ന് കറക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് ആളേ ഇല്ല. അപ്പോഴത്തേന് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ്. ഇപ്പോൾ ആൾക്കാരൊക്കെ നല്ല കുറഞ്ഞു. പിന്നെ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് മേടിച്ച് കുടിച്ച്. കരിമ്പിൻ ജ്യൂസ് കണ്ടോ അരഞ്ഞരഞ്ഞ് വീഴുന്നത്. ഇപ്പുറത്ത് അതിൻ്റെ വേസ്റ്റ് വീഴുന്നത്. അത് ഞാൻ കാണിക്കാവേ. താഴോട്ടാക്കാം. കണ്ടോ. ഇത് തന്നെ. ഇത് കത്തിക്കാൻ നല്ല സാധനമാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത്. അതിൻ്റെ ഇതൊക്കെ വൃത്തിയാക്കുന്നു. ഇത് വൃത്തിയാക്കിയതായിരുന്നു. അതുകൊണ്ട് നല്ലതാണ്, സേഫാണ്. അങ്ങനെ ചോട്ടാഭീമും വണ്ടിയും കറങ്ങുന്നു. ചോട്ടാഭീമിൻ്റെ വണ്ടിയിൽ കൊച്ചു പിള്ളേർക്ക് കയറാൻ പറ്റത്തുള്ളൂ. വേറെയും കാർ വണ്ടി, അതിൽ ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. അതിനെ ആര് കറക്കി വിട്ടയാണെന്നൊന്നും അറിഞ്ഞൂടാ. അത് ഒറ്റയ്ക്കിരുന്ന് കറങ്ങുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിരിക്കും. അങ്ങനെ അതിൻ്റെ ഇപ്പുറത്ത് വേറെ എന്തോ സാധനം കിടക്കുന്നു. ഈ സൈഡിൽ വലിയ പിള്ളേർ നിരങ്ങുന്ന സാധനമുണ്ട്. നേരത്തെ കണ്ട ട്രെയിൻ വരുന്നു. ഇത് കൊള്ളാം. ഇത് കുറച്ച് നേരം നിന്ന് കാണട്ടെ. ഇത് ഒറ്റ റൗണ്ട് തന്നെ. കുറേ ദൂരം പോകുന്നതായിരുന്നു കൊള്ളായിരുന്നല്ലേ. ഒറ്റ റൗണ്ടാണെങ്കിലും കൊള്ളാം. അതിൻ്റെ അകത്തിരിക്കാൻ നല്ല രസമായിരിക്കും. നമ്മൾ കയറാൻ പറ്റത്തില്ല. ഇനി റേറ്റ് എത്ര ആണോ എന്തോ. റേറ്റൊന്നും ചോദിച്ചില്ല. വേറെ പണിയില്ല. റേറ്റ് ചോദിച്ചാലും നമുക്ക് കയറാൻ ഒക്കത്തില്ലല്ലോ. ഇല്ല, അതെന്തുവാണോ എന്തോ. അതും കൊച്ചു പിള്ളേരുടെ കാര്യം. അങ്ങോട്ട് എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. അത് ആടി വരുന്ന എന്തോ സാധനമോ. അത് വലിയവരുണ്ടെന്ന് തോന്നുന്നല്ലോ അതിൻ്റെ അകത്ത്. 80 രൂപ. പക്ഷേ ഇത് റേറ്റ് കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന് എല്ലാം നിർത്തി ഞങ്ങൾ പോകാനുള്ള പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുക. ഇവിടെ എന്തോ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ പോകാം.
അത് പരസ്യത്തിൻ്റെ പുറകെ വെച്ചേക്കുന്ന അതല്ല, അല്ലാതെ ഒരു പുള്ളിക്കാരൻ മറ്റേ ഗിറ്റാറിയും അങ്ങോട്ടൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാമെന്ന് വിചാരിച്ച് നടന്നിട്ട് അങ്ങ് തെറിക്കുക. അവിടെയൊക്കെ 1-2 കടയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അന്നേരം നമ്മൾ ഇറങ്ങിയ ഭാഗം തന്നെ, പക്ഷേ അവിടെ അന്നേരം ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ നടക്കുകയാണേ. അതെന്തൊക്കെയാണോ എന്തോ, പാനിപ്പൂരിയും കാര്യങ്ങളും ഒക്കെയാണ്. ഞങ്ങളത് മേടിച്ചൊന്നുമില്ല, ചുമ്മാ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വരാം. എന്നിട്ട് ഒന്നും കൂടെ അപ്പോഴത്തേന് അപ്പുറത്ത് പാട്ട് തുടങ്ങും, പാട്ടല്ല വയലിൻ. അത് കണ്ടിട്ട് ഞങ്ങൾ പിന്നെ വെളിയിലോട്ട് ഇറങ്ങും, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് പോവാവേ. അങ്ങനെ അത് ആ സൗണ്ട് മ്യൂട്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലാകാരൻ്റെ ആ മ്യൂസിക് നമുക്ക് കേൾക്കണ്ടേ. അത് കഴിഞ്ഞാണ്ട് ആ ചെടിയുടെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇത് വിൽക്കാൻ വെച്ചേക്കുക. അങ്ങനെ ഇത് നമുക്ക് എത്ര രൂപയാണെന്നൊന്നും ചോദിച്ചൊന്നുമില്ല. വെളിയിലോട്ട് പിന്നെ ഇറങ്ങി. ഇതാണ് ലാസ്റ്റ് നമ്മൾ കയറിയപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പം തിരക്ക് നല്ല കുറഞ്ഞു, ഇപ്പം 10-11 മണിയായിട്ടുണ്ട്. അങ്ങനെ കുറേ ബലൂണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു അകത്ത് കയറി അവനെ പിടിച്ച് പുറത്തുമാക്കി. അതും കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പിന്നെയും ഞാൻ അവിടുന്ന് ഒരു ഷോട്ടും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അകത്തോട്ട് കയറി പിന്നെയും വെളിയിലോട്ട് ഇറങ്ങി. ഇല്ല, അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ടല്ലോ, അതും കൂടെ ഒന്ന് പോയി നോക്കാവേ. എന്തുവാന്ന് നോക്കട്ടെ. അത് മീനാന്ന് തോന്നുന്നു. ആന്ന് മീനാ, അക്വേറിയല്ല, പക്ഷേ ചെറിയ ചെറിയ ബൗളിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ മീനെയൊക്കെ എണ്ണി നോക്കിയിട്ട് ഒരു മീനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അവിടെ ലൈറ്റ് കത്തുന്ന ഇതൊക്കെ വിലയൊക്കെ ചോദിച്ച് മേടിച്ചില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അതൊക്കെ പന്നലായിപ്പോവും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടോ, മിന്നുന്നതൊക്കെ കണ്ടോ ഒക്കെ എടുത്ത് പിന്നെ റോഡിനപ്പുറം ഇറങ്ങി ചെരുപ്പ് കട. ഇത് വെളിയിലുള്ള കടയാണ്, അതിൻ്റെ അകത്തെല്ലാം കഴിഞ്ഞു കേട്ടോ. ചെരുപ്പ് ഇതൊക്കെ എന്തോ കൊച്ചു പിള്ളേരുടെ കാര്യങ്ങൾ, അതൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഇത് കൊള്ളാം. പിന്നെ അത്തർ കട, ഈ അത്തർ മേടിച്ചാലോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ എൻ്റെ അനിയൻ ഇവിടുന്ന് അത്തർ മേടിക്കാൻ പോവുകയാണ്. ആണ്ടേ, ഇതാ എൻ്റെ അനിയൻ, പുള്ളിക്കാരെ ഇപ്പം മേടിക്കുക. അത് ഞങ്ങൾ ഓരോന്ന് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അത് കൊള്ളത്തില്ല, അടുത്തെടുക്കാൻ പറഞ്ഞു. അടുത്തെടുത്തു, അത് കൊള്ളായിരുന്നു, അത് തേച്ച് സൂപ്പറായി. അതെടുത്ത് തൊപ്പിയൊക്കെ കിടക്കുന്നു. അവിടുന്ന് പിന്നെയും മുമ്പോട്ട് പോയി വണ്ടി കയറി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുക. അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് ഐസ്ക്രീമൊക്കെ തിന്ന് പിന്നെ ഞാൻ കഴിച്ച് പിന്നെ വീട്ടിൽ പോയി.